നമസ്കാരം, ഞാൻ ആസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സൂംബോ ഡാൻസ് എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ്. വേണമെങ്കിൽ നമുക്കൊരു മാനസിക ഉല്ലാസത്തിന് ഒരു തൂമ്പ, നമ്മളെ കൈക്കോട്ടെ തൂമ്പ ഡാൻസോ അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടിയുടെ മോഡലിൽ നിയമസഭയിലെ കസേര ചാടി കളിയൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ? എനിക്ക് മനസ്സിലാവാത്തത് ഈ പണ്ഡിതന്മാരൊക്കെ എന്തിനാണ് ഇപ്പോൾ വേറെ എന്തൊക്കെ പണിയുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ സൈക്കിൾ എടുത്ത് വിടേണ്ട വല്ല ആവശ്യമുണ്ടോ? പിണറായി വിജയൻ പണ്ട് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കുമാരനാശനേക്കാൾ ഒരു പടി മുന്നിൽ എന്ന് പറഞ്ഞതുപോലെ മുണ്ടശ്ശേരിയെക്കുറിച്ചും CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ചൊക്കെ അവരെക്കാളും ഒരുപാട് മുന്നിൽ നിൽക്കുന്ന സാക്ഷര കേരളത്തിന്റെ അഭിമാനമായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഭരണത്തിന്റെ ഈ അവസാന വർഷം ഒട്ടനവധി പരിഷ്കാരങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നെയാണ് സ്കൂൾ പഠനം രാവിലെ ഒരു 15 മിനിറ്റ് നേരത്തെ ആക്കിയത്. ഇപ്പൊ ഇതാ ഒരു മഹാവിപ്ലവത്തിന് തന്നെ പുള്ളി തുടക്കം കുറിച്ചിരിക്കുന്നു. സൂംബോ ഡാൻസ് എന്നാ വിളിക്കുന്നു കേട്ടോ. ഈ സൂംബോ എന്നൊക്കെ പറയുമ്പോൾ വയസ്സായിപ്പോയില്ലേ. ഈ നമ്മുടെ സാംസ്കാരിക നായന്മാര് നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ശിവൻകുട്ടിയെ പോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു. കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം അവസാനിപ്പിക്കാനും അവരുടെ പിരിമുറുക്കം കുറക്കാനുമാണ് ശിവൻകുട്ടി സൂംബോ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവന്നത്. ഇതുപോലെ കേരളത്തിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണമെന്ന് നമ്മുടെ മരുമകൻ മന്ത്രിയുടെ പ്രസ്താവന ഉടനെ വരാൻ സാധ്യതയുണ്ട്. ഈ പിരിമുറുക്കം കുറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ റോഡിൽ കൂടെ യാത്ര ചെയ്താൽ ജനസംഖ്യയെങ്കിലും നമുക്ക് അല്പം കുറക്കാൻ കഴിയും. ചാനൽ ചർച്ചയിലൂടെ എത്ര ജയിക്കൂ എന്ന് പറഞ്ഞിട്ടും ഒരിക്കലും ജയിക്കാത്ത സഖാവ് ജയിക്ക് തൊണ്ട പൊട്ടി പറയുന്നത് കേട്ടാൽ കൊടുങ്ങല്ലൂർ അമ്മ വരെ ഇറങ്ങിയോടും. സർവമത സാഹോദര്യത്തിന്റെ പ്രതീകമായി തിരുവാതിരക്കളിയോ പരിചമുട്ടോ മാർഗം കളിയോ കോൽക്കളിയോ ഇനി അർവനമുട്ടോ കുത്തറാത്തീപോ യോഗയോ ഒക്കെ ഇനി എന്നാണാവോ നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുക എന്നറിയില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ സൂംബോ ഡാൻസിന് പകരം ഒരു തൂമ്പ ഡാൻസ് ആക്കി മാറ്റിയാലോ? ഒന്നുമില്ലെങ്കിൽ 2 മരട് കപ്പയെങ്കിലും നമുക്ക് നടാലോ. അങ്ങനെ ആയാലും കുട്ടികൾക്ക് ഈ കാർഷിക രംഗത്ത് താല്പര്യം ജനിപ്പിക്കാനും ഈ തൂമ്പ ഡാൻസ് ഉപകരിക്കും. എൻ്റെ ഒരു ചെറിയ സംശയം കൂടി ചോദിക്കട്ടെ. ഈ സൂംബോ ഡാൻസിന്റെ തറവാട്ടുകാരൻ തന്നെ ആയിരുന്നില്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോവിന്ദൻ മാസ്റ്ററും മറ്റും വർഗീയ വിഘടനവാദവും തീവ്രവാദവും ഒക്കെ ആരോപിച്ച് നമ്മുടെ ഹാരിളകിയിരുന്ന മേക്സവൻ? പണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് പച്ചക്കോട്ട് കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കിയ പുകിൽ എന്തായിരുന്നു? ഈ അധ്യാപകർ പച്ചക്കോട്ട് ഇട്ടത് കൊണ്ട് എന്ത് മെച്ചമാണ് അബ്ദുറബ് കണ്ടതെന്ന് എനിക്കറിയില്ല. ഏത് ഡ്രസ്സ് ഇട്ടാലും കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയല്ലോ. ഇനി അധികം വൈകാതെ ഈ മൈസൂർ പാക്കൊക്കെ രൂപം മാറ്റിയതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പച്ചക്കൊടിക്ക് പകരം കാവിക്കൊടി എന്നാണോ ആക്കുക എന്നറിയില്ല. ഇത് UDF വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കാലത്ത് നടപ്പിലാക്കാത്തത് പണ്ട് നമ്മുടെ മലപ്പുറം SP പറഞ്ഞതുപോലെ മലപ്പുറത്തെ ദൈവം കാത്തു, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ തീവ്രവാദ ബന്ധവും പ്രഭാകേന്ദ്രവും ഒക്കെ പുറത്തു വരുമായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ബ്രാഞ്ച് എന്ന ആളോട് അന്വേഷിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ആ ചങ്ങായി ആദ്യം ഒന്ന് മലയാളം അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ ഒന്ന് പഠിപ്പിക്കാൻ കാരണഭൂതരോട് ഒന്ന് പറഞ്ഞുകൂടെ എന്നാണ്. എന്നിട്ട് പോരെ ഈ ഡാൻസ് ഒക്കെ. കാരണം പുള്ളി പത്രസമ്മേളനം നടത്തുന്നത് നമ്മളൊക്കെ കേട്ട് ചിരിക്കുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഇനി സൂംബോ ഡാൻസിലേക്ക് കിടക്കാം. ഇത് പണ്ട് 81 നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് അറബി ഉറുദു സംസ്കൃത ഭാഷയ്ക്കെതിരെ കൊണ്ടുവന്ന കരിനിയമം പോലെയല്ല. മന്ത്രി ശിവൻകുട്ടിയുടെ നിയമസഭയിലെ കസേര ചാടിക്കളിയോ കാരണഭൂതർക്ക് വേണ്ടി നടത്തിയ മെഗാ തിരുവാതിരയോ അല്ല. 1990കളിൽ കൊളംബിയയിൽ നിന്നുള്ള ബെറ്റോ ഫെറസ് എന്ന ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറാണ് ഈ കലക്ക് രൂപം നൽകിയത്. ഇതൊരു നല്ല വ്യായാമ മുറയാണ്. ഇത് ആണും പെണ്ണും ഇടകലർന്ന് ചെയ്യണമെന്നോ അല്ല അല്പവസ്ത്രം ധരിക്കണമെന്നോ ഒന്നുമില്ല. പർദ്ദ ധരിച്ചും ചെയ്യുക. ഇനി തലയിൽ തട്ടം മാറ്റുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്നും മറ്റും കരുതുന്ന CPM മന്ത്രി കൊണ്ടുവന്നു എന്നതുകൊണ്ടാണ് ആളുകൾ ഇത് സംശയത്തോടെ കാണാൻ കാരണം. ചില പാർട്ടി സഖാക്കളുടെ അതിര് കവിഞ്ഞ ഈ സൂംബോ പ്രേമവും കാണുമ്പോൾ മതപണ്ഡിതന്മാർ സംശയിക്കുന്നില്ല, അവരെ കുറ്റം പറയാനില്ല. പക്ഷെ കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്കും കയറുമായി ഓടി വരുന്ന പ്രവണത അത് മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നായാലും
ആരുടെ ഭാഗത്ത് നിന്നാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനി ഈ അവസാന വർഷം എങ്ങനെ ഒരു വിവാദം കുത്തിപ്പൊക്കി മുസ്ലിം മത പുരോഹിതന്മാർ ഒരു ഭാഗത്ത് മറ്റുള്ളവരെ മറുഭാഗത്ത് അണിനിരത്തി പോരടിച്ചു വല്ല വർഗീയ ധ്രുവീകരണത്തിന് പദ്ധതിയുണ്ടോ എന്ന് കാരണഭൂതർക്ക് തന്നെ മാത്രമേ അറിയൂട്ടോ. വിദ്യാലയങ്ങളിൽ ധാരാളം കലാകായിക ഇനങ്ങൾ പഠിപ്പിക്കുകയും മത്സരം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അവയിൽ പലതും മതത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങുന്നതല്ല. ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. എന്നാൽ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാനും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാതിരിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. കായിക വിനോദം എന്ന നിലക്ക് ഫുട്ബോൾ മത്സരം കാണുന്ന എത്ര മതപുരോഹിതന്മാരുണ്ട്. എന്നാൽ സ്ത്രീകളുടെ വസ്ത്രധാരണം പോലെ തന്നെ പുരുഷന്മാർക്ക് മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം മറക്കൽ നിർബന്ധം ആണ് എന്നാണ് ഞാനൊക്കെ പഠിച്ചത്. അങ്ങനെ മറച്ചിട്ടാണോ ഈ ഫുട്ബോൾ താരങ്ങളൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്? ഇവിടെ ചെയ്യേണ്ടത് സൂംബോ ഡാൻസിനെ അന്ധമായി എതിർക്കുകയോ അനുകൂലിക്കുകയോ അല്ല. വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന് അതിൽ വല്ല ആശങ്കയും ഉണ്ടെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തി അവരുടെ തെറ്റിദ്ധാരണയും സംശയങ്ങളും ദൂരീകരിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി ഉണർത്തട്ടെ. യുവതലമുറയുടെ ഈ ആൺപെൺ വ്യത്യാസമില്ലാതെ മയക്കുമരുന്ന് ശീലത്തിനെതിരെ ഇത്തരം പൊടിക്കൈകൾ കൊണ്ടൊന്നും ഒരു പരിഹാരം കാണാൻ കഴിയുകയില്ല. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരത്തെക്കുറിച്ച് നാനാഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധ ശബ്ദമുയർന്നപ്പോഴാണ് ഗവൺമെന്റ് കണ്ണു തുറന്നത്. കഴിഞ്ഞ 8 വർഷക്കാലം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് കേരളത്തിലേക്ക് ഒഴുകിയത്. അതും പോരാഞ്ഞ് സർക്കാർ ടൂറിസത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് ഗ്രാമങ്ങളിൽ വരെ ബാറുകൾ മുട്ടിന് അനുവാദം നൽകുന്നു. സാധാരണ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ നടപടിയെടുക്കാൻ നിയമമുണ്ട്. എന്നാൽ IT പാർക്കുകളിലും മറ്റും ബാറുകൾക്ക് അനുമതി നൽകിയ സർക്കാർ ഈ ജോലിക്കിടയിലും അല്ലാത്തപ്പോഴൊക്കെ മദ്യപിക്കാനുള്ള സൗകര്യം ഒരുക്കി അവരെ പിരിമുറുക്കം കുറക്കുമ്പോൾ അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്നുകൂടെ ഒന്ന് പറയണം. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പോലീസും എക്സൈസും ഒക്കെ വ്യാപകമായ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നടത്തുമ്പോഴും ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന ലക്ഷങ്ങളുടെ മയക്കുമരുന്നാണ്. അപ്പോൾ അധികാരി വർഗം കണ്ണു ചിമ്മിയിരുന്ന കഴിഞ്ഞ 8 വർഷക്കാലം എത്ര കോടിയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ടാകും. മതപുരോഹിതന്മാർ അതത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും രാഷ്ട്രീയക്കാരോട് മത്സരിച്ച് പ്രസ്താവന യുദ്ധം നടത്താതെ മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹ്യ വിപത്തിനുമെതിരെയൊക്കെ ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്.